അതേ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അലിഗേറ്റർ ക്ലിപ്പ് നമുക്കൊന്ന് ചെയ്താലോ. അപ്പോൾ ഇതിനാവശ്യമായി പോംപോം എടുക്കുക. 2 കളറാണ് ഞാൻ എടുത്തിരിക്കുന്നത്, പിങ്കും യെല്ലോയും. ജസ്റ്റ് നമ്മുടെ ഹാൻഡ് സെൻറ്ററിൽ വെച്ച് ഒന്ന് റൊട്ടേറ്റ് ചെയ്യുക. അപ്പോൾ അത് കറക്റ്റ് ഒരു റൗണ്ട് ഷേപ്പ് ആയിരിക്കും. നമ്മൾ ചിലപ്പോൾ കവറിൽ നിന്നൊക്കെ എടുക്കുമ്പോൾ അതിൻ്റെ ഒരു ഷേപ്സ് വ്യത്യാസം ഉണ്ടാവും. അതുകൊണ്ട് മാത്രമാണ്. പല കളറിൽ പല സൈസിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഏത് സൈസ് വേണോ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. കളേഴ്സും അതുപോലെ തന്നെയാണ്. റെഡ് ഞാൻ ഇതിൻ്റെ മുന്നേ ഇതിൽ പല വെറൈറ്റീസ് ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടത്തിന് തന്നെ ചൂസ് ചെയ്തെടുക്കാം. എന്ന് ജസ്റ്റ് ഈ 6 ഒരു 6 എടുക്കേണ്ടത് കേട്ടോ. നമ്മൾ എടുക്കുന്ന ഒരു ഫ്ലവറിൻ്റെ ഷേപ്പിൽ 6 എടുക്കേണ്ടത്. ഒന്ന് ജസ്റ്റ് കോർത്തതിന് ശേഷം അതിനെ ടൈ ചെയ്തെടുക്കുക. ടൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ഭയങ്കരമായിട്ട് അങ്ങ് ടൈറ്റ് ചെയ്തൊന്നും ടൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു ഫ്ലവർ നമുക്കത് വെക്കുമ്പോൾ അത് പ്രോപ്പറായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യത്തിന് നമ്മൾ ജസ്റ്റ് ഒന്ന് ടൈ ചെയ്യുക, ഇത് ചെയ്യുക. അല്ല ഒത്തിരി ടൈറ്റ് ചെയ്തൊന്നും ചെയ്യേണ്ട. അതിനുശേഷം ത്രെഡ് കട്ട് ചെയ്ത് മാറ്റുക. അതിനുശേഷം ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കണം. നമ്മൾ ടൈ ചെയ്ത ഉടനെ അതൊരു ഫ്ലവറിൻ്റെ ഷേപ്പിലൊന്നും ഇരിക്കത്തില്ല. അതിനുശേഷം ഞാൻ ഒരു ഫെൽറ്റ് ഷീറ്റ് നമുക്ക് റൗണ്ട് ഷേപ്പിൽ നമുക്ക് അതിൻ്റെ ഇത്ര സൈസ് മെഷർമെൻറ്റ് പലതും വാങ്ങിക്കാൻ കിട്ടും. ഞാനിത് ഒരു ബ്ലാക്ക് കളറിൽ കട്ട് ചെയ്തെടുത്തതാണ്. ഇത് കുറച്ച് വലുതായാലും കുഴപ്പമില്ല, നമുക്കത് അവസാനം ഉരുക്കി അങ്ങ് മാറ്റിക്കോളാം കേട്ടോ. ജസ്റ്റ് അതിലേക്ക് ഫിക്സ് ചെയ്യുക. ഫിക്സ് ചെയ്തിട്ട് സെൻറ്ററിലേക്ക് ആ യെല്ലോ ഫ്ലവർ വെച്ച് കൊടുത്താൽ മതി. ഇത് നമ്മളുടെ സാധാ B7000 ഗ്ലൂവിലും ചെയ്യാം, ഇളകത്തൊന്നുമില്ല. ഇപ്പം നോക്കി, ഇപ്പം എന്ത് ഭംഗിയായി. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഭംഗിയാണ് കേട്ടോ ഇത് ചെയ്തെടുക്കാനായിട്ട്. നമുക്ക് വെറുതെ ഇതൊരു ഹെയർ ക്ലിപ്പായിട്ട് വേണമെങ്കിലും യൂസ് ചെയ്യാം. അതിനുശേഷം ഞാൻ എടുത്ത് കുറച്ച് വലുതായതുകൊണ്ട് ഇങ്ങനെ കുറച്ച് പുറത്തേക്കുന്നു. ഒന്ന് ലൈറ്റർ കൊണ്ട് അതിനൊന്ന് ഉരുക്കി അകത്തേക്കോ. ലൈറ്റർ കൊണ്ട് ഉരുക്കുമ്പോൾ ശ്രദ്ധിക്കണം, കാരണം ഇത് ഒരു ജസ്റ്റ് ഇങ്ങനെ പെട്ടെന്ന് ഉരുകി പോകുന്നതാണ്, ഒന്ന് ശ്രദ്ധിക്കുക. അതിനുശേഷം സാറ്റിൻ റിബൺ വളരെ വീതി കുറഞ്ഞതാണ്. അതിൻ്റെ സൈഡ് ഇതുപോലെ ഒന്ന് കൂർപ്പിച്ച് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ലൈറ്റർ കൊണ്ട് ഉരുക്കിയെടുക്കുക. വേറെ ഒന്നുമില്ല, നമുക്ക് ബീഡ്സ് കോർത്തെടുക്കാനാണ് കേട്ടോ. ജസ്റ്റ് നമുക്ക് എത്ര ബീഡ്സ് വേണോ അത്രയും ബീഡ്സ് ഒന്ന് കോർത്തെടുക്കുക. കുറച്ച് ചെറിയ ബീഡ്സാണ്, ഞാൻ 4mm ബീഡ്സാണ് കോർക്കുന്നത്. അതുകൊണ്ടാണ് സൈഡ് അങ്ങനെ കോർപ്പിച്ചെടുത്തത്. ഇത് നമുക്ക് കുറച്ചുകൂടെ വലിയ ബീഡ്സ് ആണെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ ബീഡ്സ് ഒരു എഡ്ജിൽ കൊടുത്തിട്ട് അതിന് കുറച്ച് ശേഷം കുറച്ച് ചെറിയ ബീഡ്സ് കൊടുത്ത് വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. പല രീതിയിലും നമുക്ക് ചെയ്തെടുക്കാം. ഞാൻ ഇതിവിടെ പ്ലെയിനാണ്. ഞാൻ ഇതിന് മുന്നേ ചെയ്തിട്ടുള്ള വീഡിയോയിലും പോകുമ്പോൾ പല വെറൈറ്റീസ് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് വേണമെങ്കിൽ വീഡിയോ നോക്കാം കേട്ടോ. നിങ്ങൾക്കതിൽ കിട്ടും. അതുകൊണ്ടാണ്. ഓക്കെ, അതിലേക്ക് ഓരോന്നോരോന്നായിട്ട് ബീഡ്സ് കോർത്ത് ചെയ്തെടുക്കുക. നമുക്കൊരു 6 7 അല്ല കൂടുതൽ വേണമെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് കൂടുതൽ എടുക്കാം കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് പോളിഷ് ആയിട്ടുള്ള വയർ ഉണ്ടാവും, ആ പോളിഷ് വയറിലും ചെയ്തെടുക്കാം. പിങ്ക് നമുക്കതിനുള്ള കളറുണ്ട്. ബ്രേസ്ലെറ്റ് കോർക്കുന്ന വയറുണ്ടല്ലോ, പോളിഷ്ഡ് വയർ കിട്ടും, പോളിഷ്ഡ് ത്രെഡ് കിട്ടും. ആ ത്രെഡ് നമുക്കത് യൂസ് ചെയ്യാം. അത് നല്ല രസമാണ് കേട്ടോ. അതിനുശേഷം ഇതെല്ലാം കൂടി ഞാനിങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം കൂടി എന്ത് ചെയ്യുക, ഇനി കുറച്ച് ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. എഡ്ജൊന്ന് അതിനെ ടൈ ചെയ്തെടുത്തു. അതിനുശേഷം നമുക്ക് ആവശ്യമുള്ള ലെങ്ത് എടുക്കുക. അതിനുശേഷം ഇതിനാവശ്യമായ ഒരു 4-5 എണ്ണം ചെയ്തെടുത്തു. ഞാൻ മൊത്തം 4 എണ്ണമാണ് എടുക്കുന്നത്. 4 എണ്ണം എടുത്തു. എന്നിട്ട് ഒരുമിച്ച് ഒന്ന് ടൈ ചെയ്തെടുക്കുക. ഒരേ നീളത്തിന് നിർത്തിയതിന് ശേഷം അതിൻ്റെ ലെങ്ത് എല്ലാം ഓക്കെ ആക്കിയതിന് ശേഷം ഒന്ന് ടൈ ചെയ്തെടുക്കുക. എന്നിട്ട് ബാലൻസ് കട്ട് ചെയ്ത് ഒന്ന് ഉരുക്കിയെടുക്കുക. കാരണം സാറ്റിൻ റിബൺ ആകുമ്പോൾ പെട്ടെന്ന് അങ്ങ് ഇളകി വരും കേട്ടോ. അതുകൊണ്ടാണ് നമ്മുടെ ലെങ്തൊക്കെ നമുക്ക് എത്ര വേണമെന്ന് മെഷർ ചെയ്തിട്ട് ഒന്ന് കട്ട് ചെയ്യുക. കണ്ടില്ലേ, ഇനി അത് ഇളകത്തില്ല. ഇനി ഒരു ഫെൽറ്റ് ഷീറ്റ് വീണ്ടും കറക്റ്റ് ആ ഒരു ഷേപ്പിലുള്ള ഫെൽറ്റ് ഷീറ്റ് എടുക്കുക. അതിലേക്ക് ഗ്ലൂ അപ്ലൈ ചെയ്യുക. അതിലേക്ക് നമ്മൾ ചെയ്തു വെച്ചില്ലേ, ഇപ്പോൾ ചെയ്തു വെച്ച ഹാങ്ങിങ് അറ്റാച്ച് ചെയ്യുക. നമ്മുടെ ഫ്ലവർ പേസ്റ്റ് ചെയ്യുക. അപ്പോൾ വളരെ സിമ്പിളായിട്ട് വളരെ ഈസി എന്ന് പറഞ്ഞാൽ വളരെ ഈസി. ഇതിൽ പ്രത്യേകിച്ചൊന്നും ചെയ്യാനൊന്നുമില്ല. നിങ്ങൾക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണും. അത്രയും ഇത് നമ്മുടെ ഈ ഹാങ്ങിങ് അറ്റാച്ച് ചെയ്യുമ്പോൾ നമ്മൾ ടൈ ചെയ്തതുകൊണ്ട് എല്ലാം ഇങ്ങനെ ഒരുമിച്ച് കൂടിയിരിക്കും. അതിനൊന്ന് വിടർത്തി വെച്ച് കൊടുക്കുക. ഓരോന്നോരോന്ന് സെപ്പറേറ്റ് ആയിട്ട് കണ്ടില്ലേ, ഇതുപോലെ. അതിനുശേഷം ഇത് ചെയ്യുക. വളരെ ബ്യൂട്ടിഫുള്ളും വളരെ സിമ്പിളുമാണ് ഇത്. കുട്ടികൾക്ക് മാത്രമല്ല, നമുക്ക് വേണമെങ്കിൽ പുറകിലൊക്കെ വെക്കാം. നല്ല ഭംഗിയായിരിക്കും. ഇത് ഹെയർ ബോയിൽ ചെയ്ത് നമുക്ക് ചെയ്യാം. പല വെറൈറ്റിയിലൊക്കെ നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഇത് നമുക്ക് ഇനി പുറകിൽ ഹെയർ ബാൻഡ് വേണമെങ്കിലും കൊടുത്ത് അറ്റാച്ച് ചെയ്യാം. അല്ല എങ്കിൽ നമുക്ക് ഹെയർ അലിഗേറ്റർ ക്ലിപ്പ് കൊടുക്കാം. ഞാൻ ഇവിടെ അലിഗേറ്റർ ക്ലിപ്പാണ് കൊടുത്തത്. നിങ്ങൾക്കിനി ഹെയർ ബാൻഡാണ് കൊടുക്കേണ്ടത്, ബാൻഡ് വേണമെങ്കിലും കൊടുക്കാം. വളരെ ബ്യൂട്ടിഫുള്ളാണ്, വളരെ ഈസിയാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ചെയ്യാൻ ശ്രമിക്കണം. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ.